ഗോവിന്ദന്റെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാണ്. NSS പിന്തുണ ഇടതു സർക്കാരിന്റെ മൂന്നാം വരവിൽ ഗുണം ചെയ്യുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. LDFിന് എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് വേണം. NSSനോടുള്ള നിലപാട് മാറ്റിയോ എന്ന ചോദ്യത്തിന് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമെന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ. കേരളത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ ഒരു മൂന്നാം ഘട്ടത്തിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവേശനം, അതിന് കേരളം ഒരുങ്ങുന്നു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും നല്ല പിന്തുണയോടുകൂടിയാണ് ആ മുന്നേറ്റം ഉണ്ടാവുന്നത് എന്നതിൻ്റെ തെളിവാണിതെല്ലാം തന്നെ. ഞങ്ങൾക്ക് കേരളത്തിലുള്ള എല്ലാവരുടെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെയും വോട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുന്നത്. അർജുനാണ് വിവരങ്ങൾ അയച്ചിരുന്നത്. അർജുൻ, ഇപ്പോൾ NSS ഇടത് അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് തന്നെ ചരിത്രപരമാണ്. അപ്പോൾ സംഗമം ഏറ്റവും ഗുണം ചെയ്തിരിക്കുന്നതും സർക്കാരിനാണ്. ഇപ്പോൾ നമ്മൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ കേട്ടു. അദ്ദേഹം തികഞ്ഞ പ്രതീക്ഷയിലാണ്. ഇല്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന് പറയുന്നു. അപ്പോൾ NSS ജനറൽ സെക്രട്ടറി നാളെ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്താണ് ഇടതു ക്യാമ്പിന്റെ പ്രതീക്ഷ അർജുൻ? സേതു, ഇടത് ക്യാമ്പ് CPM വലിയ ആത്മവിശ്വാസത്തിലാണ്. NSS സമദൂരം എന്ന് പറയുമ്പോൾ കൂടിയും അത് ഏതെങ്കിലും തരത്തിൽ CPMനോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എല്ലാ കാലത്തും CPMുമായി ഒരു കൃത്യമായിട്ടുള്ള അകലം സമദൂരം NSS സ്വീകരിച്ചിരുന്നു. ശബരിമല വിഷയത്തിൽ അത് ഭിന്നതയുടെ അങ്ങേയറ്റത്തേക്ക് എത്തി. അതിൽ നിന്ന് വ്യത്യസ്തമായി ശബരിമലയുടെ പേരിൽ തന്നെ ഇപ്പോൾ CPMുമായി അല്ലെങ്കിൽ സർക്കാരുമായി സഹകരിക്കാം, അവരുടെ പരിപാടികളിൽ പങ്കെടുക്കാം എന്നൊരു നിലപാടിലേക്ക് NSS എത്തിയത് CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് മൂന്നാം ടൈമിലേക്ക് പ്രതീക്ഷ വയ്ക്കുന്ന CPMന് പരമാവധി എല്ലാ സമുദായ സംഘടനകളുടെയും പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ്. SNDP ഇതിനോടകം തന്നെ വെള്ളാപ്പള്ളി നടേശനടക്കം അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയനാകുമെന്ന തരത്തിൽ വരെ പ്രതികരിച്ചു കണ്ടു. അതിനൊപ്പമാണ് ഇപ്പോൾ NSSന്റെ സമീപനം എന്നതുകൂടി CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വാക്കുകളിൽ പോലും ആ പിന്തുണയുടെ ആത്മവിശ്വാസം കാണാം. മുൻപ് സ്വരച്ചേർച്ചയിലായിരുന്നില്ലല്ലോ NSSുമായി എന്ന് ചോദിക്കുമ്പോൾ സ്വരച്ചേർച്ച ഇല്ലാത്ത സമയത്ത് ആണല്ലോ കൂടുതൽ ചേർന്നിരിക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് പുതുതായി NSSുമായി സഹകരിക്കാം, അവരുടെ ഒപ്പം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. നാളെ NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനയും CPMനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. പ്രത്യേകിച്ച് ശബരിമല പോലുള്ള ഒരു വിഷയത്തിൽ CPMന് അല്ലെങ്കിൽ ഇടതു സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച ജനറൽ സെക്രട്ടറി നാളെ എന്ത് പറയുമെന്നുള്ള കാര്യത്തിലും എന്തായാലും CPMും അത് കാത്തിരിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെതിരായിട്ടായിരിക്കില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. കാരണം പഴയ നിലപാടല്ല ഈ യുവതി പ്രവേശനത്തിൽ ഉൾപ്പെടെ എന്നുള്ള കാര്യത്തിൽ ആ തരത്തിലാണ് സർക്കാരിൻ്റെ നിലപാടെന്നാണ് NSS ജനറൽ സെക്രട്ടറി തന്നെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സഹകരണം തുടർന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ CPMനുണ്ട്. ആ തരത്തിലുള്ള നീക്കുപോക്കുകൾ വരും ദിവസങ്ങളിലും NSSുമായി പ്രതീക്ഷിക്കുകയും ചെയ്യാം. സേതു. ഓക്കെ അർജുൻ, ശരി. അപ്പോൾ നാളെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്ത് പ്രതീക്ഷിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു വിശകലനം നടത്തുകയായിരുന്നു നമ്മുടെ പ്രതിനിധികൾ. തിരുവനന്തപുരത്ത് നിന്ന് PR പ്രവീണ, ചന്തു ചന്ദ്രശേഖർ, ഒപ്പം അർജുനും.